ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ അച്ഛൻ്റെ കൂടെ നീരവ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം എന്നോടൊന്നും പറയാണ്ട് അങ്ങനെ ഇറങ്ങിപ്പോവും അച്ചാച്ചനെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് വിശേഷം പറിച്ചിലും നനയ്ക്കലും ഇൻ്റർലോക്ക് ഉണ്ടല്ലോ അവിടെ നനയ്ക്കൂട്ടെന്നും നനച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കായ്കളും ഇലകളും ഇങ്ങനെ വീണുകൊണ്ട് തന്നെ ഇരിക്കും, എന്നാലും നനയ്ക്കും. അപ്പോൾ നീരവനോട് ഇനി നനച്ചോ, അച്ചാച്ചൻ കുളിക്കാനൊക്കെ പോട്ടെ, ഇനി അമ്മാമ്മേനെ കൊണ്ടാക്കാനൊക്കെ വേണം ഒക്കെ പറഞ്ഞിട്ട് നീരവതേ നനയ്ക്കാൻ നിൽക്കുക. അപ്പോൾ വണ്ടി ഒന്ന് നനച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ. കൈകൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയ്, ഹാപ്പി ബർത്ത്ഡേ ടു യു പറയ്, ഷെയ്ക്ക് എന്നെ കൊടുക്ക് മാമന്. കൊടുക്ക കൊടുക്ക ചേട്ടാ. അങ്ങനെ ഇത് ആദ്യം അമ്മയാണ് കേട്ടോ പോവുക. അത് കഴിഞ്ഞിട്ട് ഇനി ചേട്ടൻ, അച്ഛൻ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകും. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ടാറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം നടക്കുക. അങ്ങനെ ചേട്ടൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു. ഇത് അച്ഛൻ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ ചേട്ടന്. നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വലിയൊന്നും ഇല്ല കേട്ടോ. മീഷോന്ന് എന്തായിട്ടാ അല്ല മീഷോ ആണോ ഫ്ലിപ്കാർട്ടാണോ എന്ന് ഡൗട്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ വെള്ളം കുപ്പിയൊക്കെ കാലിക്കുപ്പി നീരവനോട് കൊണ്ടുവയ്ക്കാൻ പറയാം. അങ്ങനെ ചേട്ടനും പോവായിട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമല്ലയ്യ അതവസ്ഥ. ഹാപ്പി ഡേയ്സ് സിനിമയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആകുമ്പോൾ കേബിളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ടി വിയിൽ വരുന്ന സിനിമകൾ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. അപ്പോൾ കുറച്ച് നേരം ഹാപ്പി ഡേയ്സ് ഒക്കെ വെച്ചിരുന്നു. തമന്നേനൊക്കെ കാണാൻ എന്ത് രസമല്ലേ. അങ്ങനെ അതും കണ്ട് ചോക്ലേറ്റൊക്കെ കഴിക്കുക. ഫ്രിഡ്ജിൽ ഡയറി മിൽക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിത്. അങ്ങനെ അതെടുത്ത് കഴിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ കയറിയവനാണെങ്കിൽ വല്ലാത്ത ആഗ്രഹം എനിക്ക് ഷവറിൽ കുളിക്കണം. അവിടുത്തെ ഷവർ കുറച്ച് വലുതാണ്, കുറേ വെള്ളം വരും. അപ്പോൾ അങ്ങനെയായിട്ട് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, എൻ്റെ മേല് കഴുകലും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കളർ ചെയ്യാൻ വേണ്ടി ഇരുന്നു. എനിക്ക് എങ്ങനെയാ അറിയാം, കളറിംഗ് ബുക്കിൻ്റെ പേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛനെ കുറേ നേരമായി കാത്തിരിക്കണു. അച്ഛൻ എന്തോ സ്ഥല കച്ചവടത്തിൻ്റെ കാര്യത്തിന് പോയി കാത്ര, അപ്പോൾ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം മീൻ നേരെയാക്കി വറക്കാമെന്ന് വിചാരിച്ചു. മാളു വരുന്നുണ്ട് കേട്ടോ, മാമൻ്റെ അവിടേക്ക് എനിക്കൊന്ന് പോകണം. അപ്പോൾ ഈ വെയിലത്ത് ഇവനെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മാളു വരുമ്പോൾ അവളുടെ വണ്ടിയിൽ പോകാമെന്ന് കേട്ടോ. അവളാണെങ്കിൽ എക്സാമിന് പോയിക്കുക. അവൾ വിമല കോളേജിലാണ് കേട്ടോ, ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിക്കണത്. ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ആരുടെയും കാണാണ്ടായപ്പോൾ ഞങ്ങൾ വേഗം ചോറെടുത്ത് കഴിക്കുക. പരിപ്പ് മുരിങ്ങക്കായി മാങ്ങിയിട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ. അത് അമ്മ വെക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കടലയും മുതിരയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി കേട്ടോ. കടലയും മുതിരി കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ രണ്ടും കൂടെ വെള്ളത്തിലിട്ട് അങ്ങനെ ഉപ്പേരി വെച്ചാൽ കേട്ടോ. പിന്നെ മീൻ വറുത്തത് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ എൻ്റെ പ്ലേറ്റ് കണ്ടോ, ഇത് പഴയ ഞാൻ ഉപയോഗിച്ച് തരുന്ന പ്ലേറ്റാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്ലേറ്റൊക്കെ ഉപയോഗിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ചോറിൻ്റെ ഇരിക്കുമ്പോഴേക്കും പിന്നെ അച്ഛനും വന്നു കേട്ടോ. പിന്നെ മാള് വിളിച്ചു കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തും, റെഡി ആയിരുന്നു പറഞ്ഞു. അങ്ങനെ മാളു എത്തിയെന്ന് പറഞ്ഞിട്ട് അവനെ പറ്റിക്കാണ് കേട്ടോ. വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഹോർണടി കേട്ടപ്പോൾ ഞാൻ വേഗം അച്ഛൻ കൊണ്ടുവന്ന പലഹാരം അതെടുത്തിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി നീരവന്. പിന്നെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ. എനിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ എടുക്കും. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുക കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അതായത് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകാൻ, ജോലി ഉണ്ടെങ്കിൽ കയ്യിൽ പൈസയുണ്ട്, സിനിമയ്ക്ക് പോവാം, ഡ്രസ്സ് എടുക്കാം, അങ്ങനെ ചെയ്യാം, ഒന്നുമില്ല, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ നടക്കാം. എനിക്ക് മാളുവിൻ്റെ ലൈഫൊക്കെ ആലോചിക്കുമ്പോഴേ ഈശ്വര എനിക്ക് അങ്ങനെ നടക്കായിരുന്നു എന്ന് തോന്നി. കാരണം ഞാൻ ജോലിക്ക് പോയി പൈസയൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ഞാനങ്ങനെ കല്യാണം കഴിച്ച് പോവുക ചെയ്ത. കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ച് പ്രാരാബ്ധമായില്ലോ, കുട്ടീനെ നോക്കണം, കുട്ടിയുടെ സൗകര്യത്തിന് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ കുട്ടി കുറച്ച് വലുതായപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയി എന്ന് പറയാം കേട്ടോ. അങ്ങനെ മാമൻ്റെ അവിടേക്ക് വന്നപ്പോൾ ആൻറ്റി എനിക്ക് ചോറും ഒക്കെ വിളമ്പിയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, നീതു ഓംപ്ലേറ്റ് ഉണ്ട്, നീതു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വീണ്ടും ഒരു പ്ലേറ്റ് ചോറ് മേടിച്ചു. എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റി ആണെങ്കിൽ ആ പ്ലേറ്റിൽ നിറച്ച് കളർഫുള്ളായിട്ടുള്ള ഉപ്പേരിയും കറികളൊക്കെ ഉണ്ടാവും കേട്ടോ വിളമ്പാൻ.
അങ്ങനെ കൊണ്ടാട്ടും പുളിഞ്ചിയും അങ്ങനെ കുറേ സാധനങ്ങൾ വിളമ്പി തന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഞാൻ സഞ്ജു ഇരുന്നായിരുന്നു കേട്ടോ. അവൻ ക്യാമറ ഇപ്പോൾ വേഗം എണീറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാള് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയണുണ്ട് എടുക്കൊന്നും വേണ്ടാന്നൊക്കെ. എന്നാലും ഞാൻ എടുപ്പിച്ചു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ഇരിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവൾക്ക് കുറച്ച് എക്സാം വരായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നത് ഇവള് തയ്ച്ചതാട്ടോ. അപ്പോൾ കുറേ ഡ്രസ്സുകൾ തയ്ച്ചിട്ടുണ്ട്. എന്ത് രസമറിയോ മെറ്റീരിയലും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്നും എനിക്ക് ഇട്ടുകൂടെ ചോദിച്ചപ്പോൾ വണ്ണത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ എന്തായാലും ഇങ്ങനെ തുടങ്ങിയതല്ല, എനിക്ക് വേറെ മാറ്റാനൊരു മടി. അങ്ങനെ ഒരു 4 മണിക്ക് ആവാറായപ്പോൾ വീണ്ടും ഫുഡ് എന്താ പറയുക, മറ്റേതില്ലേ ചുരുളപ്പം, അതുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻറ്റി. പിന്നെ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ നായ്ക്കുട്ടീൻ്റെ കേട്ടോ തക്കുടു, അവനും ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പേടിയായി. എടുത്ത കാണിക്ക് പ്ലീസ്. ഇത് കൂടപ്പോ പിന്നെന്താ പറയണ്ടേ. 4 മണിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടോ. മാളുവിൻ്റെ ലിപ്സ്റ്റിക്കും കുറച്ച് ബ്യൂട്ടീഷനൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. വെറുതെ വീട്ടിലേക്ക് പോവല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. ഇനി അവൾ ഇതാണ് കേട്ടോ, ജിം ട്രെയിനറാണ്. അപ്പോൾ ജിം ക്ലാസ്സിലേക്ക് ഇനി പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സഞ്ജു ഇറങ്ങി. എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരായിട്ടോ. ഞാനും മെല്ലെ വീട്ടിലേക്ക് പോയി. ഇനി പായസമൊക്കെ ഉണ്ടാക്കണം, ചേൻ്റെ പിറന്നാളല്ലേ.